നമ്മൾ പലപ്പോഴും കരുതുന്നത് പല മനുഷ്യരും അതിസമ്പന്നരാണെന്നും രാഷ്ട്രീയക്കാരെല്ലാം എന്ത് അഴിമതി കാണിച്ചും പണമുണ്ടാക്കുന്നവരാണെന്നുമൊക്കെയാണ്. പക്ഷേ നിസ്വാർത്ഥമതികളായ പല മനുഷ്യരും ഇപ്പോഴും രാഷ്ട്രീയത്തിലുണ്ട് എന്നത് ഒരേ സമയം ആശ്വാസകരമാണ്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഡോക്ടർ എം കെ മുനീറുമായുള്ള ഒരു അഭിമുഖം ഒരു ദൃശ്യമാധ്യമത്തിൽ കാണാനിടയായി. വീട് പുതുക്കിപ്പണിയാൻ എടുത്ത ലോൺ തിരിച്ചടയ്ക്കാനാവാതെ ജപ്തി ഭീഷണിയിലേക്ക് പോലും പോകുന്ന അവസ്ഥയിലാണ് ഡോക്ടർ മുനീർ ഇന്ന്. സ്വന്തമായി ഒരു പബ്ലിക്കേഷനും വാളഞ്ചേരിയിൽ ഒരു വാടക കെട്ടിടത്തിൽ ഒരു ആശുപത്രിയും ഉണ്ടെങ്കിലും കച്ചവടം തന്റെ മേഖല അല്ലെന്ന് അനാരോഗ്യത്തിന്റെ ഈ നിമിഷങ്ങളിൽ ആ മനുഷ്യൻ പറയുന്നത് കേൾക്കുമ്പോൾ അത് ഹൃദയത്തിൽ തുളച്ചു കയറും. ബാങ്ക് വല്ലാത്ത ഔദാര്യം കാണിക്കുന്നത് കൊണ്ട് തിരിച്ചടവിന്റെ ഡേറ്റ് നീട്ടിക്കിട്ടുന്നു എന്നതാണ് ഏക ആശ്വാസമത്രേ. പക്ഷേ ഇപ്പോഴും ശുഭാപ്തി വിശ്വാസത്തിലാണ് ഡോക്ടർ മുനീർ. എവിടെ നിന്നെങ്കിലും ആ പണം കണ്ടെത്താനാകുമെന്ന ശുഭപ്രതീക്ഷ അദ്ദേഹത്തിനുണ്ട്. MLA ആയും മന്ത്രിയായും വരുന്ന മനുഷ്യനാണ്. സാമ്പത്തിക മാനേജ്മെന്റിന് മന്ത്രി എന്നോ അല്ലെങ്കിൽ MLA എന്നോ ഒന്നുമില്ല. അത് നമ്മൾ സ്വയം പഠിക്കേണ്ടതാണ്. ഡോക്ടർ മുനീറിന് പറ്റിയതും ഒരുപക്ഷെ അതായിരിക്കാം. എനിക്കും അദ്ദേഹത്തെ വളരെ അടുത്ത് അറിയാവുന്ന ഒരു രാഷ്ട്രീയക്കാരനാണ്. ഞാൻ അദ്ദേഹത്തെ ആദ്യമായി പരിചയപ്പെടുന്നത് അദ്ദേഹം 2011 മന്ത്രിയായിരിക്കുമ്പോൾ എൻ്റെ സുഹൃത്തു കൂടിയായ എൻ്റെ നാട്ടിൽ ഒരു ഹാർട്ട് ഹോസ്പിറ്റൽ നടത്തിയിരുന്ന ഡോക്ടർ ജോൺസന്റെ സുഹൃത്താണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ കൂടെയാണ് ഈ ഡോക്ടർ ജോൺസന്റെ കൂടെയാണ് ഞാൻ ഈ ഡോക്ടർ എം കെ മുനീറിനെ പരിചയപ്പെടുന്നത്. വളരെ സൗമ്യനായ എം കെ മുനീർ. ഞാൻ അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞു തരേണ്ട ഒരു കാര്യമില്ല. എൻ്റെ സുഹൃത്ത് ഡോക്ടർ ജോൺസനും എം കെ മുനീറും ഒരുമിച്ച് MBBS പഠിച്ചതാണ്. അവർ ക്ലാസ്മേറ്റ്സും റൂംമേറ്റ്സും ഒക്കെ ആയിരുന്നു എന്നാണ് ഡോക്ടർ ജോൺസൺ എന്നോട് പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ കഴിഞ്ഞ ദിവസത്തെ അഭിമുഖം കണ്ടപ്പോൾ വല്ലാത്ത ഒരു ദുഃഖമാണ് മനസ്സിൽ തോന്നിയത്. തൻ്റെ കുടുംബവും ഭാര്യയുടെ കുടുംബവും ഒന്നും സമ്പന്നരല്ലെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മുൻ മന്ത്രിയാണ് ഇത് പറയുന്നതെന്ന് ഓർക്കണം. ആരോഗ്യ പ്രശ്നങ്ങൾ തീർക്കാനും ധാരാളം പണം ചെലവായി. പാർട്ടിയോട് സഹായം ചോദിച്ചോ, പാർട്ടി സഹായം വാഗ്ദാനം ചെയ്തോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് വ്യക്തികൾ വരുത്തി വയ്ക്കുന്ന സാമ്പത്തിക ബാധ്യതകൾ പാർട്ടികൾ തീർക്കാൻ തുടങ്ങിയാൽ എന്താവും അവസ്ഥ എന്ന മറു ചോദ്യമാണ് അദ്ദേഹം ആ മാധ്യമപ്രവർത്തകരോട് ചോദിക്കുന്നത്. അത് ശരിയാണ്. എങ്കിലും തൻ്റേതല്ലാത്ത കുഴപ്പങ്ങൾ കൊണ്ടാണ് അത്തരം ഒരു ബാധ്യത ഡോക്ടർ മുനീറിന് വന്നതെങ്കിൽ മുസ്ലിം ലീഗ് പാർട്ടി ഫണ്ടിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിധത്തിൽ പണം സ്വരൂപിച്ച് ഡോക്ടർ മുനീറിന്റെ ഈ അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ അതിന് ശ്രമിക്കണം. കാരണം പ്രസ്ഥാനത്തിന് വേണ്ടി അത്രത്തോളം ആത്മാർത്ഥമായി നിന്ന ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പിതാവ് ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ കുടുംബം ജനസേവനം ചെയ്ത മനുഷ്യരാണ് അവരൊക്കെ. ഇതൊരു പാഠമാണ്. മുണ്ട് മുറുക്കി ഉടുക്കേണ്ടിടത്ത് നമ്മൾ മുണ്ട് മുറുക്കി ഉടുക്കണം. ഉടുക്കുക തന്നെ വേണം.